ബിഗ് ബോസ് ഹൗസിൽ എന്തെങ്കിലും വോട്ടിംഗ് അതിന്റെ രീതിയിൽ എന്തെങ്കിലും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ആര്യനെയൊക്കെ പിന്തള്ളിയിട്ട് എന്തെങ്കിലും ഷാനവാസ് നല്ല രീതിയിൽ എന്തെങ്കിലും ഡൊമിനൻസ് എന്തായാലും ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നിലവിൽ വോട്ടിങ്ങിനകത്ത് ആർക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചിട്ടുള്ളത്, അതുപോലെ തന്നെ ഏറ്റവും കുറവ് വോട്ട് ലഭിച്ചിപ്പോൾ നിൽക്കുന്നത് ഈ 6 ആൾക്കാരകത്ത് ആരൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മൾ എന്തായാലും ഇപ്പൊ നോക്കാൻ പോകുന്നത്. അപ്പൊ എന്തായാലും ഇതൊരു അൺഒഫീഷ്യൽ ഡാറ്റയാണെന്നുള്ളത് ഞാൻ ആദ്യമേ പറയുന്നതാണ്. എന്നാലും ഇത്തരത്തിൽ ഒരുപാട് ഡാറ്റാസ് എന്നാലും സ്പ്രെഡ് ആവുന്നുണ്ട്. അതിനകത്ത് ഒരു പരിധിവരെ ശരിയാണെന്ന് പേഴ്സണലി എനിക്ക് തോന്നുന്ന ഡാറ്റാസിനെ ബേസ് ചെയ്ത് മാത്രം ഞാൻ തയ്യാറാക്കിയിരിക്കുന്ന ഒരു വീഡിയോ ആണ്. കാര്യം ഇതിൽ സ്പ്രെഡ് ആവുന്ന ഒരുപാട് ഡാറ്റാസിന്റെ പിന്നിൽ PR-ന്റെ കൈകളുണ്ടെന്ന് പേഴ്സണലി എനിക്ക് തോന്നാറുണ്ട്. സോ അപ്പൊ ആ ഡാറ്റാസ് ഒക്കെ മാറ്റിയിട്ട് ശരിയാണെന്ന് എനിക്ക് തോന്നുന്ന ഡാറ്റാസിനെ ബേസ് ചെയ്ത് മാത്രം ഞാൻ തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആണത്. ഈ 6 ആൾക്കാരിനകത്ത് ഏറ്റവും കുറവ് വോട്ട് ലഭിച്ച് ഇപ്പോൾ 6ാം സ്ഥാനത്ത് നിൽക്കുന്ന വേദലക്ഷ്മിയാണ്. ഇന്നലെ വരെ കുറച്ചും കൂടി മുകളിൽ നിന്നിരുന്നതാണ്, അത്യാവശ്യം കുറച്ചും കൂടി സപ്പോർട്ട് ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ നിലവിൽ കുറച്ചും കൂടി വോട്ട് കുറവാണ്. നിലവിൽ എന്നാലും 6ാം സ്ഥാനത്ത് എന്നാലും വേദലക്ഷ്മിയാണ്. അതേസമയം 5ാം സ്ഥാനത്ത് എന്നാലും നെവിനാണ്. നെവിൻ ഇന്നലെ 6ാം സ്ഥാനത്ത് നിന്നിരുന്നതാണ്. ഇപ്പോൾ ഒരു കുറച്ചും കൂടി വോട്ട് ലഭിച്ച് ഒരു 5ാം സ്ഥാനത്തേക്ക് എന്തായാലും നെവിൻ എത്തിയിട്ടുണ്ട്. അതുപോലെ 4ാം സ്ഥാനത്ത് അക്ബറാണ്. അക്ബറിന് കുഴപ്പമില്ലാത്ത രീതിയിലൊരു വോട്ടിംഗ് ആണ്. ഇന്നലെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഒരു മിഡ് ലെവൽ പിടിച്ചെന്നാലും പോകുന്നുണ്ട്. എന്തായാലും അക്ബർ ഒരുപക്ഷെ ഇതേ ലെവലിൽ തന്നെ പിടിച്ചു പോവുകയാണെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞു പോലെ എന്നാലും ഈ ആഴ്ച നല്ല പുറത്തേക്ക് പോകാനുള്ള ഒരു സാധ്യത അക്ബറിൽ ഞാൻ കാണുന്നില്ല. പിന്നെ 3ാം സ്ഥാനത്ത് നൂറയാണ്. ഇന്നലെ കുറച്ചും കൂടി വോട്ട് ലഭിച്ചിരുന്നതാണ്. ഇപ്പൊ കുറച്ചും കൂടി വോട്ട് കുറവ് ലഭിച്ച് 3ാം സ്ഥാനത്തേക്ക് നൂറ് എത്തി എന്നാണ് നമുക്ക് എന്തായാലും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പൊതുവെ ആദില നൂറൊക്കെ നല്ല രീതിയിലൊരു ഫാൻ ബേസ് ഉള്ളതാണ്, നല്ല രീതിയിലൊരു സപ്പോർട്ട് ഉള്ളതാണ്. പക്ഷെ ഇവിടെ എന്തായാലും 3ാം സ്ഥാനത്തേക്ക് എന്തായാലും നൂറ് എത്തിയിട്ടുണ്ട്. 2ാം സ്ഥാനത്ത് ആര്യനാണ്. ആര്യൻ ഇന്നലെ 1ാം സ്ഥാനത്ത് വരെ എത്തിയിരുന്നതാണ്. ഇന്നെന്തായാലും കുറച്ചും കൂടി ഷാനവാസ് മുന്നോട്ട് കയറുകയും ആര്യൻ ഒരല്പം പുറകോട്ട് വരികയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നിലവിൽ ഷാനവാസ് ആണ് എന്തായാലും 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. പിന്നെ വോട്ടിംഗ് റിലേറ്റഡ് വീഡിയോസിനകത്ത് ഞാൻ എപ്പോഴും ഞാൻ പറയാനുള്ള ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മാത്രം നിങ്ങൾ വോട്ട് ചെയ്യുക. അതായത് ഈ നോമിനേഷൻസിനകത്ത് ഉള്ളതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആരാണോ അവർക്ക് വേണ്ടി വോട്ട് ചെയ്യുക. അതേസമയം അവരിപ്പോൾ 1ാം സ്ഥാനത്താണ്, അതുകൊണ്ട് എന്തായാലും അവർ ഇറങ്ങില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അവർക്ക് വോട്ട് ചെയ്യാതെ നിങ്ങൾക്ക് സെക്കൻഡറി ആയിട്ട് തോന്നുന്ന ആൾക്കാരിലേക്ക് വോട്ട് ചെയ്യാതിരിക്കുക. കാര്യം ഈ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ആൾ 6ാം സ്ഥാനത്തേക്ക് എത്താനും 6ാം സ്ഥാനത്ത് നിൽക്കുന്ന ആൾ 1ാം സ്ഥാനത്തേക്ക് എത്തുക എന്നൊക്കെ പറയുന്ന അത്രയൊരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമോ അല്ലെങ്കിൽ നടക്കാത്ത ഒരു കാര്യമൊന്നുമല്ല. വോട്ടിംഗ് റിസൾട്ട് ഒക്കെ എപ്പോഴെങ്കിലും മാറി അറിയാവുന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ജിയോ ഹോട്ട്സ്റ്റാർ വഴി തന്നെ എന്തായാലും വോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നത് എന്നും കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.